ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഏതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കും. 10, 12, 28 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച താറാവ് മുട്ട വിരിഞ്ഞ് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ 50 മുട്ടയായിരുന്നു ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിന്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാകും. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത്, കൊത്തുമുട്ട അല്ലാത്തത്, നമ്മളുടേതായിട്ടുള്ള പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിന്റെ പേരിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് മുട്ട, കൊത്തുമുട്ട അല്ലായിരുന്നു, കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു. അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നെല്ലാം നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതാ നോക്കിയോ, ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഏതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങുന്നേ ഉള്ളൂ. ഇത് മുട്ടത്തോടൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. കണ്ട, നമ്മൾ എണ്ണിയില്ല, കുറേ ഉണ്ട്. ചെറിയ മുട്ടകൾ, താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത്. എല്ലാം പ്യോർ കുട്ടനാടൻ താറാവാണ് കേട്ടോ. അപ്പോൾ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ടുള്ളതാണ്. നമ്മൾ വിരിയോന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യല്ലോ. നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി. പുതിയൊരു പണിക്കാരൻ വന്നു. അപ്പോൾ അവനതിനകത്ത് താമസം, അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട്, അതായത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞത് ഇവന്മാരി ഈ വയറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് കുരുങ്ങി ആ പ്രശ്നമൊക്കെ ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം. അപ്പോൾ അത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടോ ഇറങ്ങിയേക്കുന്ന ചാര. ഇതിനകത്ത് ഈ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലി താറാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലി താറാവുകളുടെയാണ്. ഗ്രേ കളർ വരുന്നത് ചാരത്താറാവ്. കൂടുതലും അങ്ങനെയുള്ള താറാവാണ്. പക്ഷെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളാണ് ഇറങ്ങിയേക്കുന്നത്. ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആവും. സ്റ്റാർട്ടർ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം. കണ്ടോ, ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ വിരിക്കാൻ പറ്റിയ ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ നിന്ന് മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷനാണ് സംഭവം. അവരുടെ തന്നെ ഇൻക്യുബേറ്ററാണ്. ഇപ്പോൾ മജീദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ നിന്നാണ് നമ്മൾ ഇൻക്യുബേറ്റർ എടുത്തിരുന്നത്. ഇൻക്യുബേറ്റർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് ഇളക്കി എൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പാണ് ഇത്. അപ്പോൾ ഇത് ഇനി അടുത്ത് വെക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. എന്തായാലും നമ്മളതങ്ങ് ഇളക്കി ഇനി ഇത് വൃത്തിയാക്കി മുട്ടത്തോടെല്ലാം ഇറക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെ. കാരണം ഇത് ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത്, ഇതിന് അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കുട്ടികളെ മുട്ടത്തോടും പെറുക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇവരെ ഒന്ന് എണ്ണി മാറ്റാം. എത്ര എണ്ണം ഉണ്ടോ നോക്കണം അല്ലേ. 2, 5, 7, 10, 12, 14, 16, 18, 19, 20, 22, 24, 25. ഇത് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ.
ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ്, എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ്, ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നിട്ട് അങ്ങനെ പൊളിച്ചെടുത്തത്. അതുകൊണ്ട് ഇനി ഇത് രക്ഷോടെ വരും നോക്കാം. ഇത് എത്ര വരെ തന്നെയാണ്? 25, 26, ഇനി ഒരു 5 എണ്ണം ഇതിനകത്തുണ്ട്. 26, 5, 31. ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയ ടീം, അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ. 31 പേര് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടും അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് വയ്ക്കാം. നമ്മളിവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും. ഈ പേപ്പർ കൊടുത്തേ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ വീടിനകത്തോട്ട് കയറ്റി വയ്ക്കാം. ബൾബൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് 40 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. കാഴ്ചയിൽ പുറംഭാഗമൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ പ്രത്യേകത വെച്ചിട്ടുണ്ട്, നമ്മളതിന്റെ ലിവർ പിടിച്ച് വലിച്ചെടുക്കുന്ന ടൈപ്പാണ്. ഇതിനൊരു ഫ്രെയിം വരുന്നുണ്ടല്ലോ. അതെ, ഫ്രെയിം ഉണ്ട്. നമ്മൾ ജസ്റ്റ് കോഴിമുട്ട തിരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രെയിം ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഫ്രെയിം വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട തിരിഞ്ഞോളൂ. അപ്പൊ ഞാൻ സ്ക്രൂ ചെയ്തിട്ടുണ്ടല്ലേ? സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കോഴിമുട്ട വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഒരു കസ്റ്റമർക്ക് കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ വീഡിയോ അയച്ചു തരും കേട്ടോ. വീഡിയോ വേറെ അയച്ചു ചെയ്യേണ്ട രീതി വീഡിയോ വേറെ അയച്ചു തരും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അല്ലേ അയച്ചു തരും. അങ്ങനെ വിരിഞ്ഞിറങ്ങി ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷം നമ്മുടെ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റാൻ പോവാണ്. ഇതിന്റെ കൂടെ വിരിഞ്ഞ നാടൻ കോഴിയുടെയും ബ്രഹ്മക്കോഴിയുടെയും കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോ കാണുന്നത്. അവസാനമായി നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങളെയും മാറ്റിയിട്ടുണ്ട്. കൂടെയുള്ള നാടന്റെയും ബ്രഹ്മയുടെയും കുഞ്ഞുങ്ങളെല്ലാം കൂടെ 23 പീസ് ഉണ്ട്. ഇവരെ എല്ലാം കൂടെ നമ്മൾ ഇന്ന് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണ്. 3 ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ ബ്രഹ്മക്കോഴി കുഞ്ഞുങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെയാണ് തൽക്കാലം നമ്മൾ ഇവരെ ഇടാൻ പോകുന്നത്. അതാവുമ്പോ നമ്മുടെ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ. പിന്നെ ഇതിലുള്ള കുറേയധികം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പലർക്കുമായി കൊടുത്തതാണ്. ഏതാണ്ട് ഒരു 10 ദിവസമാകുമ്പോഴേക്കും ഇതിലുള്ള ഭൂരിഭാഗം കോഴിക്കുഞ്ഞുങ്ങളെയും അവര് വന്ന് കൊണ്ടുപോകും. എന്തായാലും ഇതിലെ ചപ്പിലക്കോഴിയുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര മുര പോകും? താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടന്റെ വരുന്നുണ്ട് അല്ലെ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് 3ാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാൽ റെഡി? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800.